രാവണവധം. രാഘവൻ മാതലിയോടരുളി ചെയ്തിതാകുലമെന്നിയെ തേർന്നടത്തിയിടു നീ. മാതലി തേരതിവേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ലത ശാസ്യനും മൂടി പൊടി കൊണ്ടുദിക്കുമുടനിട കൂടി ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രീഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുധാനാധിപൻ വാജികൾ തമ്മയും. മാതലി തന്നെയുമേറെ എയ്തിടിനാൻ ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞു അകന്നും വലം വെച്ചുമേറ്റും ഇടം വെച്ചുമൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗദ്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം. ഈ വണ്ണം ഉണ്ടാകുകയുമില്ല ഇവണ്ണം ഇനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നു നന്നെന്നു തെളിഞ്ഞിരു നാരദൻ പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനിതാനും വിറച്ചിതു പരമായി. പാഥോനിധിയും ഇളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിനാർ. അമ്പുധി അമ്പുധിയോടെ തീർത്തിയിടിലും അമ്പരം അമ്പരത്തോടെ തീർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാൻ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ. അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണാൽ. യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടുമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ 100,000 തലഭോഗിലും എങ്ങും കുറവില്ലവൻ തല 10നും. രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലം. കുംഭകർണൻ മകരാക്ഷൻ ധരൻ ബാലി വമ്പനാം മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്ന് എന്താതി നിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായത്. ഈ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവും ഏതുമൊന്നീശ്വര ചിന്തിച്ചു രാഘവൻ. പിന്നെയും അദശകന്ധനന്മയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുന്നോരനന്തരം. മാതലിതാനും തൊഴുതു ചൊല്ലിയിടിനാനേതും വിഷാദമുണ്ടാകായ മനസ്സേ മുന്നം. അഗസ്ത്യതപോധനനാദരാത്തെന്ന ബാണം കൊണ്ടുകൊല്ലാം ജഗത്പ്രഭോ പൈതാഹ വസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീ അതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ച വസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും അന്തരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു. വാരിധിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോട്. ബാണവും എന്തൊരു വിസ്മയം അന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ പാരിൽ. മരാമരം വീണ പോലെ തഥാ കൽപ്പക വൃക്ഷ പുതുമലർ തൂകിനാർ ഉൽപ്പന്നമോദേന വാനവരേവരും. അർക്കകുലോദ്ഭവൻ മൂർധനിമേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ. അർക്കനും നേരെ ഉദിച്ചാനതു നേരം മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി 14 ലോകവും. താപസന്മാരും ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ.